തന്റെ പ്രസംഗം കൃത്രിമമായി എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്തു എന്നാരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രമുഖ മാധ്യമ സ്ഥാപനമായ BBC-ക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച വക്കീൽ നോട്ടീസ് BBC-ക്ക് ലഭിച്ചു കഴിഞ്ഞു. സമൂഹത്തിന് മുന്നിൽ ട്രംപിനെ പോലെയുള്ള വളരെ പ്രമുഖനായ ഒരു വ്യക്തിക്ക് വലിയ തോതിലുള്ള മാനനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നും ഇതിന് പരിഹാരമായി ഡൊണാൾഡ് ട്രംപിന് നഷ്ടപരിഹാരം നൽകണമെന്നും പരസ്യമായി BBC ക്ഷമാപണം നടത്തണമെന്നും ഒപ്പം ഈ പരിപാടി പിൻവലിക്കണം എന്നുമാണ് വക്കീൽ നോട്ടീസിലുള്ളത്. ഈ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഇതിന് കൃത്യമായ മറുപടി നൽകിയില്ല എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ട്രംപ് സെക്കൻഡ് ചാൻസ് എന്ന പേരിൽ BBC സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററിയിലാണ് ഈ ഒരു വിവാദ പ്രസംഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രംപിന്റെ 2 അവസരങ്ങളിലുള്ള പ്രസംഗങ്ങൾ പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷം ഒരുമിച്ച് വിട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പ്രധാനമായും ട്രംപ് ഉന്നയിക്കുന്നത് താൻ തന്റെ അനുയായികളോട് 2021 അന്ന് ക്യാപിറ്റോൾ ഹില്ലിൽ പ്രതിഷേധിക്കാനെത്തിയ തന്റെ അനുയായികളോട് സമാധാനപരമായി സമരം ചെയ്യണം എന്നാവശ്യപ്പെട്ട ഭാഗം മാത്രം ഒരു വെട്ടിമാറ്റുകയും പിന്നീട് അവിടെ താൻ ഏതാണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് പ്രസംഗം മാറ്റി എന്നുമാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇത് ഏതാണ്ട് ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഈ വിവാദങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം BBC-യിലെ 2 ഉന്നതർ രാജിവെക്കുകയും ചെയ്തിരുന്നു. BBC ചെയർമാൻ സമീർ ഷാ നേരിട്ട് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് ക്ഷമാപണം നടത്തുകയും ഇക്കാര്യത്തിൽ വീണ്ടും വേണമെങ്കിൽ പരസ്യമായി ഖേദപ്രകടനം നടത്താമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യവഹാര കാര്യങ്ങളിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകാത്ത ഒരാൾ എന്നുള്ള നിലയിൽ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചത്.